നമ്മളൊക്കെ എത്ര നാള് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ എന്റെ മക്കളെ? എന്തോരം നാള് ഈ വഴക്കും വൈരാഗ്യവും വെറുപ്പും ഒക്കെ വെച്ചുകൊണ്ട് ജീവിക്കും? നിസാര കാര്യത്തിന് വഴക്കടിക്കണവര് ചിന്തിക്കണോട്ടാ. കോട്ടയത്തൊരു ചേച്ചീനെ എനിക്കറിയാം. ഇപ്പൊ അവൾക്ക് പ്രാന്താണ്. അവളുടെ പ്രാന്തിന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? രാത്രി 2 മണി കഴിഞ്ഞാ ഇവൾക്ക് ഉറക്കില്ല. ഇവള് 2ാം നിലയുടെ മുകളിലേക്ക് ചെല്ലും. 2 നിലയാണ് വീടിന്. 2ാം നിലയിൽ ചെന്ന് കെട്ടിയോൻ മുകളിൽ കിടക്കണുണ്ടെന്ന് വിചാരിച്ച് അവള് ചോദിക്കും, താഴേക്കോന്നുണ്ടാ? താഴേക്കോന്നുണ്ടാ? അവൾക്ക് പ്രാന്താണ്. ഇപ്പ എന്താ പ്രശ്നം എന്നറിയാമോ? കെട്ടിയോനും കെട്ടിയോളും കൂടി വഴക്കടിച്ച് തരക്കേടില്ലാത്ത ഗുസ്തിയായിരുന്നു. വാശി പിടിച്ച് പ്രാന്ത് മൂത്ത് കെട്ടിയോൻ മുകളിലേക്ക് കയറിപ്പോയി. ഇപ്പൊ വീടുകൾക്ക് 2 നിലയൊക്കെ ഉണ്ടില്ല. ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട്. അതുകൊണ്ട് വഴക്കടിക്കുമ്പോ പോയി കിടക്കാം. കെട്ടിയോ മോളിൽ പോയി കിടന്നു. ഈ മുതല് താഴെയും കിടന്നു. പെണ്ണൊരുക്കി മുകളിൽ കിടന്നുകൊണ്ട് കെട്ടിയവൻ ഭർത്താവ് ആലോചിച്ച്, ഞാൻ അവളെ കെട്ടിയോ അവൾ എന്നെ കെട്ടിയോ? പെണ്ണല്ലേ, എളിമപ്പെടേണ്ടതല്ലേ? അവൾക്ക് സ്നേഹം കൂടുതൽ കാണേണ്ടതല്ലേ? അവൾക്ക് എന്നെ ഒന്ന് ഇവിടം വരെ വന്ന് വിളിച്ചാലെന്താ? സ്നേഹം ഉണ്ടെങ്കിൽ വന്ന് വിളിക്കൂല. ഇത്രയും വാശി പാടുണ്ട. അയാള് മോളിൽ തന്നെ കിടന്നു. താഴെ കിടന്ന് ഭാര്യ ചിന്തിച്ച്, ആണാണെന്നുള്ളതൊക്കെ ശരി, എന്നാൽ ഇത്രയ്ക്ക് തന്റെ ഇടം പാടുണ്ട. വേണമെങ്കിൽ ഇങ്ങോട്ട് വരാല. ഇത്രയ്ക്ക് വാശി എന്തിനാ കെട്ടിയവന്? അവള് താഴെ കിടന്ന് ചിന്തിച്ച്, മുകളിലേക്ക് കയറാനാണോ എളുപ്പം അതോ താഴോട്ട് ഇറങ്ങാനാണോ? വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. 2 എണ്ണം 2 കിടന്ന്. എന്തുണ്ടായി? വെളുപ്പിന് 3 മണിയായപ്പോ മോളിൽ കിടന്നുറങ്ങിയ ഭർത്താവ് തട്ടിപ്പോയി. അത് മരിച്ചു. അതിന് പ്രഷർ കയറി, ചങ്ക് പൊട്ടി, അത് മരിച്ച് മോളിൽ കിടന്ന്. ഇപ്പൊ ഇവൾക്ക് വട്ടാണ്. ഭാര്യയ്ക്ക് ഇപ്പൊ പ്രാന്താണ്. വെളുപ്പിന് 2 മണിയാവുമ്പോ ഇവള് മോളിൽ ചെന്ന് ചോദിക്കും, താഴോട്ടോന്നുണ്ടാ? 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 ആര് വരാൻ? എന്ത് കാര്യം വരുത്താൻ ഈ വഴക്കടിക്കുന്നത്? എന്ത് കാര്യം വരുത്താനാ പ്രശ്നങ്ങളിൽ ജീവിക്കണത്? മര്യാദയ്ക്കൊക്കെ ജീവിക്കാനുള്ള കാലമുള്ളൂ പ്രിയപ്പെട്ടവരെ. അച്ഛന്മാരോട് പറഞ്ഞതാ, ഒരു മനുഷ്യൻ എത്ര വയസ്സ് വരെ ജീവിക്കുമെന്നാ ബൈബിള് പറയണത്? എത്ര വയസ്സ് വരെയാ? 70 അല്ലെ? കൂടിയാൽ 80. ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? 80 വയസ്സ് വരെ ജീവിച്ചാൽ ഒരു മനുഷ്യൻ എത്ര ദിവസം ജീവിക്കുന്നു? 80 × 365. കണക്കറിയാവുന്ന മക്കളുണ്ട്. വെറും 29,700 ചില്ലാനും ദിവസമുള്ളോ 80 വയസ്സ് വരെ ജീവിച്ച? 30,000 തികയില്ലെന്നാ പറയണേ. ഒരു 7 മണിക്കൂർ ഉറങ്ങുന്നു വയ്ക്കുക. 7 മണിക്കൂർ. 1 മണിക്കൂർ കുളി, ചിരി, കളി, ഭക്ഷണം, ഫുഡ് അടിക്കൊക്കെ വേണ്ടി എടുക്കും. 1 മണിക്കൂർ. അപ്പൊ 7 1 8 മണിക്കൂർ ചുമ്മാ മലങ്കടപ്പ് കിടക്കാണല്ലോ. ഇന്നലെ പറഞ്ഞ പോലെ ഒരു സ്വപ്നം പോലും തടയണില്ല. മരുഭൂമി പോലെയാണ് നിദ്ര. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതാ, പക്ഷെ ഇതുവരെ രക്ഷയില്ല. വെറുതെ കിടക്കുക, ഒരു ഉപകാരവും ഇല്ല. ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് ഉറങ്ങിയാൽ ഒരു മനുഷ്യൻ ആയുസ്സില് എത്ര ദിവസം ഉറങ്ങണുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞെട്ടരുത്. 9,700 ചില്ലാനും ദിവസം ഉറങ്ങിപ്പോവും. വെറും 19,000 ചില്ലാനും. അച്ഛന്റെ വക ഒരു 300 തരാം, വട്ടം പിടിക്കാല. 20,000 ദിവസം. സങ്കീർത്തകൻ പറയണില്ലേ, മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്. വയലിലെ പുഷ്പം പോലെ അത് വിരിയണു, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവണ്, നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതം. അത്രയ്ക്ക് നിസ്സാരമാണ് മനുഷ്യ ജന്മം. 40 കഴിഞ്ഞവർക്ക് ഇനി എത്ര ദിവസം ഉണ്ടെന്നറിയാമോ? കണക്കണല്ല. നേരെ പകുതിയല്ലേ ഉള്ളൂ. 40 എത്ര ഉണ്ട് മക്കളെ? 10,000. 40 കഴിഞ്ഞവർക്ക് വെറും 10,000. 50 കഴിഞ്ഞവർക്ക് എത്രയുണ്ടെന്നറിയാമോ? ഒരു 7,500. 7,000. 60 കഴിഞ്ഞവർക്ക് എത്രയുണ്ടെന്നറിയാമോ? ടെൻഷനായി തുടങ്ങി. ഒരു 4,000
4500. 70 കഴിഞ്ഞവർക്ക് ഇനി എത്രയുണ്ടെന്ന് ഞാൻ പറയണ്ടല്ല. നാളെ ശുശ്രൂഷ നടത്താൻ പറ്റില്ല, ശവടുപ്പ് കണ്ടമാനം വരും. എൻജോയിനെടുത്ത് ചാവും 70 കഴിഞ്ഞവരുടെ കാര്യം പറഞ്ഞു. ഇതിപ്പ തീരൂട്ട. മെട്രോ ഒന്നും കാണാൻ പറ്റുമെന്ന് മക്കള് വിചാരിക്കണം. ലുലു ഒക്കെ കാണാത്തവര് ഓടിപ്പോയി കണ്ടിട്ട് വാ, പരിപാടി ഇപ്പൊ തീരും. എന്നിട്ടും എത്ര പേരാന്നറിയാ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തേക്കണേ. പെരയുടെ മോളില് ഡ്രസ് വർക്ക്. മരിക്കണ്ടേ നമുക്ക്? ഇതെന്തും കണ്ടിട്ട് ഇരിക്കണത്. ഇന്നാളെ ഒരു അപ്പാപ്പൻ ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണവർക്ക് വയസ്സ് 92, പേരക്കുട്ടിക്ക് വയസ്സ് 12. 5ാം ക്ലാസ്സിൽ പഠിക്കണേ. 10 വയസ്സ് പേരക്കുട്ടി. 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിൽ പഠിക്കണ പേരക്കുട്ടീനെ എടുത്ത് 92 വയസ്സുള്ള അപ്പൂപ്പൻ മടിയിൽ വെച്ച് കൊച്ചനോട് ചോദിച്ചെന്നാ പറയണേ, മോനെ, മോന്റെ കാലം കഴിഞ്ഞ അപ്പാപ്പനെ പിന്നെ ആരെ നോക്കാ? അതൊരു 1.5 ചോദ്യം ട്ടാ. ഇത് മരിക്കാനൊന്നും വിചാരിച്ചിട്ടില്ലേ? സംഗതിയൊക്കെ ഇപ്പൊ തീരും. ഈ വഴക്കും വക്കാണും വടിതല്ലും ഒക്കെ അവസാനിപ്പിച്ച് നല്ല മരണത്തിന് ഒരുങ്ങേണ്ട സമയം പണ്ടേ കഴിഞ്ഞ്. ഇന്നലെയുള്ളോർ ഞങ്ങളുടെ മരണ ശുശ്രൂഷയില്, ഈ സംസ്കാര ശുശ്രൂഷയിൽ ആ പാട്ടുണ്ട്, ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല. എന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്.